ചക്കി വന്നവരെ അമ്മക്ക് രണ്ടുപേരും കൂടെ കളിക്കാടാ. 2 ഗുണ അടിയാണേ. ഇത്രയും വലിയ പാവേ. അപ്പൊ നിന്റെ അമ്മമ്മ കന്യാകുമാരി പോയിട്ട് വന്നാ? ഇപ്പൊ വന്നതേ ഉള്ളൂ. പാവ കണ്ടപ്പോ തന്നെ ഞാൻ എടുത്തോണ്ട് വന്ന്. നമുക്ക് കളിക്കാം. എടി ഒത്തുകൂടെ നമുക്ക് കളിക്കാൻ താടി. പിന്നീട് വരാമേ. മുട്ട അടിച്ചേരാമേ. കടയിൽ ചെല്ലുമ്പോഴേ ചേച്ചിന്റെ കൈ വിട്ട് പോവല്ലേ. യോഗിയായി നടന്നതുമേ ഭൈരവനാകുന്നേ. യോഗി മുദ്ര ധരിച്ചതുമേ ഭൈരവനാകുന്നേ. നില്ലടാ അവിടെ പെമ്പിള്ളേരെ ശല്യം ചെയ്യാനാടാ. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എന്റെ പോക്കറ്റ് എടുത്താനാണ് ആ പെരുങ്കള്ളി ഓടണത്. കരത്തിന് വല്ലോ കാണേ ദൈവമേ. അയ്യോ ഇതിനകത്തൊന്നും എന്റെ ദൈവമേ, എന്നെ കാണാ ദരിദ്രവാസിയെ ഇത്രയും ഓട്ടിച്ചത്. ഉമ്മന് 2 കിട്ടിയല്ലോ. അയ്യോ തുള്ളപ്പല്ലിയാണെന്ന് തോന്നണേ. അയ്യോ റോസിനൊക്കെ പനി പിടിച്ചാ? എന്തേലും പറയട്ടടാ ചെറുക്ക. കാലം കത്തനാൽ എന്റെ ഉച്ചമണ്ടയിൽ ഒരു ആണി അടിച്ചില്ല. അത് ഇന്നലെ കുളിച്ചപ്പോ അങ്ങോട്ട് ഇളകി പോയടാ. ആ ഊട്ടേ കൂടെ വെള്ളം എന്റെ മണ്ട ഇറങ്ങി. എനിക്ക് ചുമയും ജലദോഷവും പനിയും പിടിച്ച് ഞാൻ ഒരറ്റത്തിരിക്കണേ. അയ്യോ പെണ്ണെ, തലയിൽ വെള്ളം കെട്ടിക്കിടന്നാലേ തലച്ചോറ് പഴഞ്ഞിയാവും. കൊള്ളാം. ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എപ്പി ഓരോ പ്രാവശ്യം തുമ്മുമ്പോഴും ഈ തൊളയെന്ന് ഈ 2 ചോറ് വെച്ചാണ് തെറിക്കണേ. നീ കണ്ടില്ലേ ഈ ഉറുമ്പരിച്ചെടുക്കണ എന്റെ തലച്ചോറാണടാ. അയ്യോ പാവം, നിനക്ക് കാപ്പിവെള്ളം വല്ലതും വേണോ അണ്ണേ? ഓടാ 2 വാഴക്കപ്പം കൂടെ വേണം. ഞാൻ ഇതുവരായിട്ട് ഒന്നും തിന്നില്ല. നീ പോനായാരടി എനക്ക്, നീ താനേ ചിഞ്ചിന ജിനുക്ക്. അടി 5:30 മണിക്ക് ജിഞ്ചർ സോഡ തരവാനക്ക്. നാം பார்த்த ஒரு தல நீ தானே, உன்னால தருதல நான் தானே. அட நெருப்புல விழுந்த ரசம் அரிசி புழுவ நானேனே. மங்காத்தா ராணிய பார்த்தேனே, கைமாத்தா காதல கேட்டேனே. இந்த கோமல வள்ளி அண்ண தொட்ட குளிக்கவே மாட்டேனே. அத்தங்கர ஓரத்தில் நின்னாலே குயிலு குப்பம் குருவிய போல. அக்கம் பக்கம் யாருக்கும் தெரியாம லுக்கு விட்ட பக்குன்னு மேல. പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. പൊട്ടെ പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. മോനെ കുഞ്ഞൂട്ടാ. എന്താ അമ്മ? അമ്മയെന്നുണ്ടാക്കി നെത്തോലി സൂപ്പ് കൊള്ളാമോ നോക്കിയാണോ മക്കളെ? അമ്മേനെ കണക്ക് തന്നെയാ. കരിഞ്ഞു പോയോ? അല്ലെങ്കിലും ഈ പെണ്ണിന് തന്തക്കുളം തല്ലല്ലോ.
ഇവിടെ എന്നെ പറ്റി എന്തേലും സംസാരം? ഇത് മനുഷ്യ ഉച്ചത്തേക്ക് കിഴങ്ങ് അവിക്കണോ അതെ കൂട്ടാൻ വെക്കണോ എന്ന് ഞാൻ എന്റെ മോന്റെ അടുത്ത് ചോദിച്ചു. നമ്മളെ മോ ഉള്ളപ്പോ എന്തിനടി കിഴങ്ങ് അവിച്ചത്? അങ്ങനെ നിങ്ങൾ എന്റെ കൊച്ചിനെ കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ ഇന്നുണ്ടാക്കിയ നെത്തോലി സൂപ്പ് അവൻ കഴിച്ചിട്ട് പറഞ്ഞല്ലോ എന്നെ പോലെ തന്നെ ഇരിക്കണമെന്ന്. സൂപ്പി കിടക്കണ നെത്തോലി ആക്കിട്ടടിക്കണ. എടാ അളിയാ, നീ ഇറങ്ങിയല്ലേ? നീ ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഓ, അതുകൊണ്ടായിരിക്കും നീ ഡെയിലി എന്നെ ജയിലിൽ വന്ന് കണ്ടുകൊണ്ടിരുന്നത്. നീ അതൊക്കെ അങ്ങോട്ട് വിട്ടാണ്. നിന്നെ അകത്താക്കില്ലേ അവന്റെ പെങ്ങൾ നമുക്ക് അങ്ങ് പൊക്കിയാലാ. നീ എന്നെ പറ്റി എന്തായിരുന്നു വിചാരിച്ചേ? അതുകൊണ്ട് നോക്ക്. വീടാ, ഞാൻ പോയി അവളെ രണ്ട് വർത്താനം പറഞ്ഞിട്ട്. എടി, ഓ ചുണിയും തിന്നണ്ടാകാനാ നിക്കണല്ലേ? എടി എടി, നമ്മൾ ഇപ്പൊ ഇവിടെ നിറങ്ങാണ്ട് അച്ഛന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിക്കേണ്ടി ഒരു 5 മിനിറ്റ് നമ്മൾ ഇപ്പൊ ഇവിടെ നിറങ്ങേണ്ടി. അയ്യോ വേണ്ട. എടാ കള്ള, നീ ബൈക്കിൽ ഊറ്റുണ്ട്. ഇങ്ങോട്ട് ചേരാം. ഒരു കള്ള ബൈക്കിൽ എന്നെ ഇതാര് വണ്ടി? ആ എന്തോ എന്റെ വണ്ടി. അടി മേടിച്ച് കൂട്ടിയത്. ഇന്നലെ പഠിപ്പിച്ചത് എല്ലാരും പഠിച്ചോണ്ട് വന്നല്ല. ഇന്ന് ചോദ്യം ചോദിപ്പാണ്. ബുക്ക് അടച്ചു വെക്കിയങ്ങാട്ട്. ഈ പെണ്ണ് ടീച്ചർ, ഇന്നലെ ഞാൻ ഒന്നും പഠിച്ചില്ല. എനിക്ക് ഭയങ്കര പനിയായിരുന്നു. നീ ഇന്നലെ ചന്തോനോടെ കളിക്കണ ഞാൻ കണ്ടല്ലോ. ഞാനല്ല, അവനാണ് എന്നോട് കളിച്ചത്. കളിച്ചു തീർന്നപ്പോഴാണ് ടീച്ചർ എനിക്ക് പനി വന്നത്. ഓ, അത് സാരല്ല. ചൊന്തി പൊളക്ക 2 അടി ഇട്ടപ്പോ നിനക്കിനി പനി വരില്ല. ടീച്ചറെ എന്റെ അമ്മ പറഞ്ഞ് നല്ലോലെ പഠിക്കണേ മക്കളേന്ന്. അതുകൊണ്ട് ഞാനെല്ലാം പഠിച്ചു. ആ, അപ്പൊ മിടുക്കാൻ പറഞ്ഞാണ്. നമുക്ക് പാലേടാ ആരാണ്? കാക്കേടാ, ആടാടാ, പാമ്പാണാ? കാക്ക. കാക്കയാണ് പാലേടത്. കാക്കയാണ് അമ്മക്ക് എന്നും പാല് തരണത്. കടയിൽ ഔക്കരാക്കി. ആ തന്നെ ടീച്ചർ, അമ്മക്ക് ഓക്കരാക്കാന്റെ പാല് തരണത്. மேல கொட்டோன்னு கொட்ட போறேன். கண்ணாடி மேரியின் முன்னாடி நின்னுதான் கண்ணால முட்ட போறேன். ചേച്ചി നമുക്ക് ചുവരിൽ മൊത്തവും ഒരു താജ്മഹൽ പണിയാൻ രമണ. രമ കുഴയ്ക്കും രമണൻ തേക്കും, രമ കുഴയ്ക്കും രമണൻ തേക്കും. ഇപ്പൊ 6 മാസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണ ഈ താജ്മഹലിന്റെ പാലേറ്റ് അടുത്ത മാസമെങ്കിലും നടത്താൻ പറ്റുമോ? അയ്യോ മുതലാളി, നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ തേച്ചോണ്ടിരിക്കുമ്പോ ചാന്ത് കുഴിച്ചോണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. ചാന്തായാലും ചാണാനായാലും 5 അടിക്കുമ്പോ പണി തീർന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അൺട്രാക്കിന്റെ സ്വഭാവം മാറുന്ന നല്ലതാണ്. സൈക്കിളിലെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയേ. ഓ, പെണ്ണുങ്ങൾക്ക് എന്തിനാണ് പറഞ്ഞുകൂടാത്ത? എന്നെ നിന്നെയും തന്നെ എന്തിനെല്ലാം പറഞ്ഞുണ്ടാക്കിയേക്കണം. അതാ അവരൊക്കെ എന്നോടുള്ള അസൂയാണ്. ഞാൻ ഒത്തി ചെറുപ്പല്ലേ കണ്ടാക്കിയേ. നീ ഇപ്പൊ എഴുതി കൊടുത്തല്ലേ നിനക്ക് 2 വട്ടം പെൻഷൻ കിട്ടും. ഒരു ചെറുപ്പക്കാരി വന്നേക്കണ്. പോയാലേ എണ്ണങ്ങാട്ട്. നിങ്ങൾ ചള്ളം കുറിച്ചോണ്ടിരിക്കാതെ ആ ചാന്തോരടിച്ചിട്ട് ചട്ടി കട്ടാന്നാണ് എനിക്ക് പോണം. ആഹാ, ചൂട് രമിക്ക് നേരത്തെ പോണം. ടോക്കൺ നമ്പർ 13 പൊന്നി. അയ്യോ വയ്യേ. അമ്മച്ചിക്ക് എന്തിനു പറ്റിയ? അയ്യോ മക്കളെ, ഒട്ടും വയ്യോ. ഒന്നും തിന്നാൻ വയ്യ. വല്ലതും തിന്നാലോ അപ്പ തുടങ്ങും വയറ്റിനകത്തൊരു എരിച്ചിലും നെഞ്ച് ഭയങ്കര വേദന. കിടക്കാനും വയ്യ, എണീക്കാനും വയ്യ. ആകെ ഒരു വശപ്പശക്ക് തന്നെ മക്കളെ.
ഓ അപ്പൊ അമ്മച്ചി രാവിലെ എന്തിനു കഴിച്ച്? നേരത്തെ പോലെ ഒന്നും തിന്നാൻ വയ്യേ. ആകെ തിന്നത് 300 പുട്ടും 5 ഏത്തപ്പഴവും 2 മുട്ടയും 1 മുന്ത പാലുമാണേ. അവിടെ പയറും പപ്പടവും എടുത്തു വെച്ചേക്കണി. എന്നെ കൊണ്ട് തിന്നാവൂലേ അതൊന്നും. എന്നിട്ട് അമ്മച്ചി ചാവാത്തോ പാക്കിയോ? ഇപ്പൊ ശരിയാക്കി തരാം. സിസ്റ്ററെ അവിടെ സൂചി നൂലെടുത്തത് നീ അമ്മച്ചിനെ വാ തച്ചു വെച്ചു കൊടുത്താണ് ഒരു ഊട്ട മാത്രം ഇട്ടിരുന്ന മതി വെള്ളം ഇറക്കാൻ. ശരിയാവും കേട്ടാ. പെണ്ണെ നീ ഇതെന്തൊക്കെ പറയണത്? നല്ല വയസ്സായ എഞ്ചിനാണ്. ഇതെല്ലാം കൂടെ ചെന്നാലേ അത് വലിച്ചെത്തൂല. ചോദിച്ചാ തരുമുണ്ടോ? ഒരു വഹ ആർക്കും കൊടുക്കാത്ത സാധനമാണ്. ഉപ്പ ചാച്ചി, ഓ എന്തിനു മക്കളെ? ചാച്ചി നാളെ നമ്മളെ സ്കൂളിലെ എക്സിബിഷൻ ആണ്. ആ അപ്പൊ നാളെ അവിടെ അന്നദാനമൊക്കെ കാണും. പാത്രം തൊന്നിട്ട് ചാച്ചിക്കൂടത്തി പായസം മേടിച്ചിട്ടുണ്ടേ. തിന്നാനും കുടിക്കാനും ഉള്ള ദിവസമല്ല നാളെ. നമ്മൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. എങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കാം. ടീച്ചർ വെച്ചാ നീ ഉണ്ടാക്കിയെന്നങ്ങ് പറഞ്ഞാൽ മതി. ഓ അതിനാണെങ്കിൽ എനിക്ക് എന്റെ അമ്മേനെ കൊണ്ടുപോയാ പോരെ. ഞാൻ അതിനൊന്നും അല്ല വന്നത്. ചാച്ചിന്റെ സിറ്റോട്ടിരിക്കണേ ആ കൊരകു മുമ്പേനെ എനിക്ക് ഒത്തിരി തരോ. ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വൈകിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് തരാം. ഒരങ്ങന്റെ ബൊമ്മയാ. ഓണ്ടെ ആ തൂണിച്ചാരി അയച്ചേക്കണ കൊരങ്ങായി. നീ എന്റെ കിങ്ങിണി എന്നെ എന്തേരി പറഞ്ഞ കൊച്ചു ഞാമത്തെ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. ഓ സ്വന്തമായിട്ട് ഒരു കൊരങ്ങുള്ളതിന് അഹങ്കാരം കണ്ടില്ല. ഞാനും വലുതാകുമ്പോ ഇതിന്റെ നല്ലൊരു കൊരങ്ങനെ വാങ്ങിക്കും. എന്റെ വീട്ടിൽ നിന്ന് എന്നെ അമ്മ നിങ്ങൾ എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കാതെ എനിക്കൊരു നാടോടി നൃത്തമെങ്കിലും പഠിപ്പിച്ചു താ. നിങ്ങൾ പണ്ട് ഭയങ്കര കലാതിലകൊക്കെ അല്ലായിരുന്ന. എനിക്കും ഡാൻസ് പഠിക്കണം, എനിക്കും പ്രൈസ് വാങ്ങണം, എനിക്കൂടി ഒത്തിരി ഡാൻസ് പഠിപ്പിച്ചു താ. ഓ പിന്നെ നീ ഇപ്പോഴും മാങ്ങ പറയും ചെറിയ കുത്ത് അതിൽ നിൽക്കണതേ ഉള്ളൂ. നിനക്ക് ഇപ്പത്തെ ട്രെൻഡിങ് ഒന്നും അറിഞ്ഞൂടെ? ഓ അവൾ 24 മണിക്കൂർ ഫോൺ എടുത്ത് ചീണ്ടി ഇരിക്കുമല്ലോ. നിനക്ക് ഡാൻസ് അല്ലേ വേണ്ട? ഞാൻ പഠിപ്പിച്ചു തരും. നിനക്ക് എന്നെ പറ്റി എന്തേലും അറിയാടി? പിന്നെ ഡാൻസ് ഞാൻ പഠിപ്പിക്കും. ഫസ്റ്റ് നിനക്ക് എന്നെ മേടിച്ചിരിക്കും. എന്റെ എല്ലാ സ്റ്റെപ്പും മക്കൾ നോക്കിപ്പോടാ കേട്ടാ. പൊന്ന ചക്കി എന്തിനാ പിണക്കമെന്നോ എന്തിനാ അല്ലപ്പണേ കൽപ്പമേതടാ ചെരിത്തടാ ഇതിനാടി വിട്ടതെന്തിനാ? നിങ്ങൾ ഇന്ന് ഉച്ചക്കത്തെ പച്ചോളിയെ കഴിച്ചില്ലേ? സമയത്തും കാലത്തും ഗുളിയാൻ കഴിക്കലും മനുഷ്യന് ചേക്കാൻ തരൂല. എനിക്ക് ഡാൻസ് വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ എടുത്തോട്ട് വരാം. ഓ പോണാണ്ടില്ലേ കലാഹൃദയ ഇല്ല.